കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും ഓ ബെത്ലഹേം, നിന്നെക്കുറിച്ചുള്ള പ്രവചനം പെട്ടെന്ന് പൂർത്തിയാവാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. ജോസഫ്, ഇനി ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്കെന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമെടുത്തു. ഞങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. ആരെയും അകത്തേക്ക് കയറ്റിവിടരുത്. ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. ഈ സമയത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നോണ്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അതാ അവിടെ ഒരു കുടിലിന്റെ മുമ്പിൽ തീ കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആ കുടിലിന്റെ പുറകിലായ ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു സത്രമല്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതൊരു പുൽത്തൊഴുത്താ. നമുക്ക് പതിയെ അവിടേക്ക് പോകാം. ഭയപ്പെടേണ്ട. ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ട് അവൻ ആരാ സംഗീത
ഭോജ്യദ്രവ്യങ്ങൾ സ്വീകരിച്ചാലും. ഇതാ രാജകീയ പ്രൗഢിയോടെ ചെങ്കോലും കിരീടവുമില്ലാതെ മറ്റൊരു കഴുതപ്പുറത്ത് വിശാല വീതിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജനസാഗരങ്ങളുടെ മധ്യത്തിലൂടെ രക്ഷകന്റെ രാജകീയ പ്രവേശം. ഒലിവിൻ ശിഖരമേന്തിയ ആപാലവൃദ്ധ ജനങ്ങളും ക്രിസ്തുവിന്റെ രാജകീയ പ്രവേശത്തെ ആർപ്പുവിളികളോടെ എതിരേൽക്കുന്നു. അത് നമ്മുടെ വീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ക്രിസ്തുരാജൻ, രാജാക്കന്മാരുടെ രാജാവ് എഴുന്നള്ളുന്നു. നേതാക്കന്മാരുടെ നേതാവിന്, രാജാക്കന്മാരുടെ രാജാവിന് എതിരേറ്റുകൊണ്ട് ആർപ്പുവിളികളോടെ നമുക്ക് ഏറ്റുപാടാം. ഹോസാന, ഹോസാന, ദാവീദിൻ സുതൻ ഹോസാന.